അങ്കിൾ ശബ്ദം അടഞ്ഞു വെച്ചാൽ എനിക്ക് പാടാൻ പറ്റുമോന്ന് അറിയില്ല. ഒരു കുഴപ്പമില്ല, നമുക്ക് അടഞ്ഞ ശബ്ദമാണ് ഇതിന് വേണ്ടത്. നന്നായി. ഇപ്പോഴും അതിശയമാണ്, അതൊരു 15-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണത് സുഖമാണി നിലാവ് പാടിയാക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്കൊരു അതിശയമാണ്. ആ നിമിഷം പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു വോയിസ് ആക്ടിംഗ് ആണ്. പീപ്പിൾ വുഡ് ടെൽ മീ പുതിയ ടെക്നോളജി കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഈവൻ ആർട്ടിക്കിൾസ് വരെ വന്നിട്ടുണ്ട്, ലൈക്ക് നോട്ട് ഇനഫ് ടാലൻറ്റ്. ഇറ്റ് വാസ് ക്വൈറ്റ് ഹേർട്ട്ഫുൾ ആ സമയത്ത്. വെൻ യു റീഡ് തിങ്സ് ലൈക്ക് ദിസ് യു റിയലി ഡൗട്ട്, ലൈക്ക് ആണോ ഇനി ശരിക്കും എനിക്ക് ടാലൻറ്റ് ഇല്ലാണ്ടാണോ, എനിക്ക് ഭാഗ്യം മാത്രമാണോ? ഞാൻ എത്രയോ കാലം ഞാൻ ആ ഡൗട്ട് വെച്ച് ജീവിച്ചിട്ടുണ്ട്. ഞാനപ്പോഴേക്കും ഞാൻ വരില്ല, എന്നെ കൊന്നാലും ഞാൻ വരില്ല. ബിക്കോസ് എനിക്കത് ഒന്നാമത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഐ ഹാഡ് നോ കോൺഫിഡൻസ്. എനിക്ക് രാജ സാറിൻ്റെ പാട്ട് പാടാൻ പറ്റുന്നൊന്നും എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. അപ്പോൾ മനസ്സിനക്കരയുടെ CD പോയി വാങ്ങിച്ച് ദാസ് സാറിൻ്റെ ഹൂ എന്നുള്ള ഹമ്മിങ് വന്നപ്പോൾ ഞാൻ എൻ്റെ കണ്ണീർ ഇങ്ങനെ കുടുകൂടാതെ വെള്ളം വരുന്നു. അരികിലാകുന്ന നേരം ഭയവും അങ്ങനെ പാടിയിരുന്നേ. അപ്പോൾ റോഷൻ സാറ് പറഞ്ഞു അവിടെ കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യണം, അത് ആ ഭയം എന്നുള്ളൊരു സാധനം വരണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പാടി വയ്ക്കിയപ്പോൾ അരികിലാകുന്ന നേരം ഭയവും ഒന്നും തരാണ്ട് വിട്ടിട്ടുള്ള കമ്പോസേഴ്സും ഉണ്ടായിട്ടുണ്ട്. പതിനെട്ട് വയസ്സാവുന്നതിന് മുൻപ് തന്നെ 60ഓളം സിനിമകളിൽ പാടുക, ആൻഡ് അതിൻ്റെ ഭൂരിഭാഗം സിനിമ പാട്ടുകളും ഹിറ്റാവുക. പേരുപോലെ തന്നെ അത്ര തന്നെ നിലാവുള്ള പെൺകുട്ടി നിലാവിൻ്റെ പാട്ട് പാടി തന്നെ മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്യുക. ഹലോ, ഹായ്, നമസ്കാരം. യു ഗൈസ് വാച്ചിങ് യെസ് എഡിറ്റോറിയൽ. ഐ എം ഗദ്ദാഫി, സ്റ്റോറീസ് ഓഫ് പാർട്ടിൽ എൻ്റെ കൂടെ ജോത്സ്ന രാധാകൃഷ്ണൻ. വെൽക്കം ടു ദി ഷോ ചേച്ചി. താങ്ക് യു. രണ്ടാമത്തെ പാട്ട്, കരിയറിലേക്ക് വന്ന രണ്ടാമത്തെ പാട്ട് തന്നെ സൂപ്പർ ഹിറ്റ് ആവുക ആ കാലഘട്ടത്തിൽ അല്ലേ? ഇനി ഇപ്പോഴും അതിശയമാണ്, അതൊരു 15-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണത് സുഖമാണി നിലാവ് പാടിയാക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്കൊരു അതിശയമാണ്. അതായത് അത് അത്രയും സൂതിങ് ആയിട്ട് ഒട്ടും സ്ട്രെസ് ഇല്ലാതെ അങ്ങനെ ഒരു പ്രണയത്തിൽ പാടേണ്ട പാട്ടാണ്. അപ്പോൾ സാറ് അതെങ്ങനെ ഒരു 16 വയസ്സുകാരിയെ കൊണ്ട് അതെങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് പാടിയതെന്ന് ഇപ്പോഴും ഒരു മാജിക്കായിട്ട് ഫീൽ ചെയ്യുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ബാക്കിൽ എന്താ നടന്നത് അന്ന് സംഭവത്തിൽ? ഒരു സെറ്റ് ഓഫ് വോയിസസ് നമ്മൾ മലയാളത്തിൻ്റെ ശബ്ദം എന്ന് വിശേഷിപ്പിക്കുന്ന കുറേ ഈ പറഞ്ഞ ചിത്ര ചേച്ചി, ദാസ് സാറ്, സുജാ ചേച്ചി, അങ്ങനെയുള്ളവർ, MG ശ്രീകുമാർ സാറ്, ജയേട്ടൻ, എല്ലാവരും പാടി നിൽക്കുക. അപ്പോൾ അവരല്ലാണ്ട് വേറെ ആരെയും മലയാളി ഓഡിയൻസ് കേട്ട് പരിചയപ്പെട്ടിട്ടില്ല ആ സമയത്ത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു റിസ്ക്കാണ്, ഒരു പുതിയ വോയിസ് കൊണ്ടുവരിക എന്നുള്ളത്. അതിൻ്റെ ക്രെഡിറ്റ് ശരിക്കും അത് ആ പാടേണ്ട രീതിയിൽ മോൾഡ് ചെയ്തെടുത്ത് പാടിപ്പിക്കുക എന്ന് പറയുന്നതും നിസ്സംശയം അതിൻ്റെ ക്രെഡിറ്റ്സ് മോഹൻ അങ്കിളിനാണ്. കാരണം അന്ന് എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഐ എം കംപ്ലീറ്റ്ലി ന്യൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോ സെറ്റപ്പിലൊക്കെ പോയി പാടുന്നത്. അതിന് മുമ്പ് കുറച്ച് കോറസ് വർക്കും ഒരു ഫിലിമിൽ അതിന് മുമ്പ് പാടിയിട്ടുണ്ടായിരുന്നു, സാറിൻ്റെ തന്നെ പ്രണയമണി തൂവൽ എന്ന് പറയുന്ന തുളസിദാസ് സാറിൻ്റെ ഫിലിം അല്ലാണ് ആദ്യം പാടുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. ഇതാവുമ്പോൾ നല്ലൊരു പാട്ട്, നല്ല വരികൾ, ഫിലിമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് വരുന്ന സോങ്. അപ്പം അത്രയും റിസ്ക് എടുത്തൊരു പുതിയ സിംഗറിനെ കൊണ്ട് അത് പാടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും അതിൻ്റെ ക്രെഡിറ്റ് 100% അവർക്കാണ്. ആൻഡ് അത്രയും സമയമെടുത്ത്, ഡെഫിനറ്റ്ലി ടൈം എടുത്തു, 2 ദിവസം എടുത്തു. ആദ്യം ഒരു പ്രാവശ്യം അത് ഫുള്ള് പാടി ഞാൻ. അത് കഴിഞ്ഞ് മോഹനങ്കിൾ അത് കേട്ട് കഴിഞ്ഞിട്ട് ഈ ടോൾ മീ കുറച്ച് കറക്ഷൻസ് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് 2ാമത്തെ ദിവസം പാടി. അപ്പോൾ 2ാമത്തെ ദിവസം പാടാൻ പോയപ്പോൾ എന്തുണ്ടായി വെച്ചാൽ അവിടെ ഔസേപ്പച്ചൻ സാറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ. അദ്ദേഹത്തിൻ്റെ കസ്തൂരിമാനിൽ ട്രാക്ക് പാടാനായിട്ട് ഞാൻ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ പകൽ ഫുൾ അതിൻ്റെ വർക്കായിരുന്നു. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴാണ് ഞാൻ സുഖമാണിയുടെ കറക്ഷൻസിന് പോയത്. അപ്പം എന്താ വെച്ചാൽ ശബ്ദം അടഞ്ഞു, രാവിലെ തൊട്ട് പാടി ഫുൾ അടഞ്ഞു. അപ്പം ഞാൻ അങ്കിളിൻ്റെ അടുത്ത് ഒരു അങ്കിൾ ശബ്ദം അടഞ്ഞു വെച്ചാൽ എനിക്ക് പാടാൻ പറ്റുമോന്ന് അറിയില്ല. ഒരു കുഴപ്പമില്ല, നമുക്ക് അടഞ്ഞ ശബ്ദമാണ് ഇതിന് വേണ്ടത്, തൊട്ട് നന്നായി. അതിൽ ആക്ച്വലി നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ പല്ലവിയുടെ, അതായത് ഫീമെയിൽ വോയിസ്, ഫസ്റ്റ് പല്ലവി ഫുൾ മെയിലാണല്ലോ തുടങ്ങണേ, അത് കഴിഞ്ഞ് തുണ്ട് പല്ലവി വരുന്ന സമയത്താണ് ഫീമെയിൽ വോയിസ് വരുന്നത്.
അതിൽ ശരിക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എൻ്റെ വോയിസിലൊരു ക്രാക്ക് ഉണ്ട്. ആ കാറ്റ് എന്ന് പറയുന്നിടത്തൊരു ഒരു കട്ടുണ്ട്, ആ കാറ്റിൻ്റെ അവിടെ. അത് ശരിക്കും തൊണ്ട വയ്യാണ്ട് വന്ന കട്ടാണ്. അത് അങ്ങനെ തന്നെ വെച്ചു. അത് അതിലൊരു ഈ ഫീലാണ് നമുക്ക് വേണ്ടത്. അപ്പം എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു എക്സ്പെരിമെൻ്റ് ആണ്, ഒരു റിസ്ക് ആണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരു സ്വഭാവം, നോർമൽ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വേറെ സൗണ്ടിങ് ഓഡിയൻസിലേക്ക് കൊടുക്കുക, എങ്ങനെ അത് റിസീവ് ചെയ്യപ്പെടും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലല്ലോ. ഭയങ്കര റിസ്ക് ആണ്. ഇത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സുഖമുള്ള പാട്ടാ, പക്ഷെ എനിക്കറിയാതെ പാടാൻ ചിലപ്പോൾ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവരും നമ്മൾ അതുവരെ തുറന്ന് പാടണം എന്ന് പറഞ്ഞിട്ടേ ഇത് ഇത്രയും ഹസ്കി ആയിട്ട് പാടുക, അത് എത്രമാത്രം ചേച്ചി ഡിഫിക്കൽട്ട് ആയിരുന്നു ആ പാട്ട് അങ്ങനെ പാടാൻ? ഈ ഹസ്കി ആയിട്ട് പാടല് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഭയങ്കര ബ്രെത്ത് വർക്ക് ചെയ്തിട്ടാണ് പാടുന്നതേ. ചില സമയത്ത് നമുക്ക് തലകറങ്ങണ പോലെയൊക്കെ തോന്നും ഹസ്കി. അത് ഈ സമയത്ത് എന്ന് വെച്ചാൽ ഈ ടെക്നിക്കുകളൊക്കെ പഠിച്ചു വരണല്ലേ ഉള്ളൂ, ഒന്നും അറിയില്ലല്ലോ. പിന്നെ ഐ ഡോണ്ട് നോ, അത് എങ്ങനെയോ ആ സമയത്ത് ആ പാട്ടിൻ്റെ റിക്വയർമെൻറ്റ് അങ്ങനെയാണ് എന്ന് പറഞ്ഞതും, പിന്നെ ആ പാട്ടിൻ്റെ ട്യൂണാണെങ്കിലും അതിൻ്റെ വരികളാണെങ്കിലും അതിങ്ങനെ സ്വകാര്യം പറയണ പോലെ പാടണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു തന്നതുകൊണ്ടും, ബേസിക്കലി സിംഗിങ്, പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു വോയിസ് ആക്ടിങ് ആണ്. നമ്മൾ ഏകദേശം ഡബ്ബിങ് ചെയ്യണ പോലെയാണ്. നമ്മൾ ട്യൂണിൽ എക്സ്പ്രഷൻസ് വരുത്തുന്നു എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് ആദ്യമൊക്കെ കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. ബട്ട് ദെൻ ചെയ്ത് യു ഗെറ്റ് ദ നാക്ക് ഓഫ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു വഴിക്കായി. അതെ അതെ. എന്നാലും ആ പാട്ടിനെ പറ്റി പരാമർശിക്കുമ്പോൾ അതിൻ്റെ അനുപല്ലവി മാത്രം ഒന്ന് ചേച്ചി പാടാൻ പറ്റുമോ രണ്ടുപേരി? ഇടവഴിയിൽ നാം ആദ്യം കണ്ടപ്പോൾ കുസൃതിയുമായി മറഞ്ഞവനെ ചിരിച്ചുടഞ്ഞു കരിവളകൾ വെറുതെ നീ പിണങ്ങി നിന്നു ആ നിമിഷം പ്രിയ നിമിഷം അഴകേ. ഭയങ്കര സുഖം ഇപ്പൊ കേൾക്കുമ്പോഴും. താങ്ക് യു. ഇപ്പം ആ പാട്ട് രണ്ടാമത്തെ പാട്ട് കരിയറിലെ രണ്ടാമത്തെ പാട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് ഭയങ്കരമായിട്ട് സൂപ്പർ ഹിറ്റ് ആവുക. ഈ പറഞ്ഞ പോലെ 15-16 വയസ്സുള്ള ആ പ്രായത്തിൽ ഇത്രയും വലിയൊരു സക്സസ്, ആൾക്കാരുടെ ഇടയിൽ കിട്ടുന്ന ഒരു ഫെയിം, പേര്, പ്രശസ്തിയൊക്കെ അന്നത്തെ കാലത്ത് മാഗസീൻസിലാണ് നിങ്ങളെ പറ്റി കൂടുതലുള്ള വിവരങ്ങൾ വരിക, ഇന്റർവ്യൂസ് വരിക. ഈ 16 വയസ്സുള്ള കൗമാരക്കാർ എങ്ങനെയാണ് ഈ പേര്, പ്രശസ്തി, ഇതിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ ആ സമയത്ത് കൈകാര്യം ചെയ്തിരുന്നത്? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അത് ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ലൈക്ക് ഹൗ ഡിഡ് ഐ ഹാൻഡിൽ ഇറ്റ് എന്നുള്ളത്. കാരണം ഇതെൻ്റെ ഒരു ലോങ് ടേം പ്ലാൻ പോട്ടെ, ഒരു ഷോർട്ട് ടേം പ്ലാനിൽ പോലും ഇല്ലാത്തൊരു സംഭവമായിരുന്നു ഇങ്ങനെ സിനിമയിൽ പാടി പാട്ട് ഹിറ്റാവുക എന്നൊക്കെ. ഐ മീൻ നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഒന്നും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, പാടി എന്നല്ലാണ്ട്, നല്ലൊരു പാട്ട് പാടിയതിൽ സന്തോഷം എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തൊന്നും നമ്മൾ ആഗ്രഹിക്കുക, ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. പക്ഷേ ഈ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കോൾസ് വരിക, വീട്ടിലേക്ക് വിളിക്കും ആളുകൾ. അന്ന് ലാൻഡ് ലൈൻ ആണല്ലോ. അപ്പം ഈ മീഡിയ കണക്ഷൻസിലേക്ക് വിളിച്ച ആളുകൾ നമ്പർ ചോദിച്ച് വാങ്ങിച്ച് ദേ വുഡ് കോൾ മീ. ലെറ്റേഴ്സ് വരും, കൈകൊണ്ട് എഴുതിയ കത്തുകൾ വരും. സുഖമാണി പാടിയതിന് ശേഷം കറുപ്പിനഴക് വന്നു, മെഹർബ പാടി, പിന്നെ അങ്ങനെ മെല്ലെ ഒന്ന് പാടി, അങ്ങനെ മുത്തുമഴ, അങ്ങനെ പിന്നെ ഐ ജസ്റ്റ് ഗോട്ട് റിയലി ബിസി. അപ്പോൾ പിന്നെ ഐ വാസ് മോർ ഓഫ്, എനിക്ക് കൂടുതലും ഐ വാണ്ടഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ മൈ വർക്ക് ആൻഡ് യുനോ. Yeah, I think it was that I was able to take it. വലിയ കുഴപ്പമില്ലാണ്ട്. It didn't affect me negatively എന്ന് എനിക്ക് തോന്നുന്നു. ഈ പാട്ട് പാടിയതിനു ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നത് ഇളയരാജ സാറിന് വേണ്ടിയിട്ട് മനസ്സിനക്കരെ പാടാനാണോ? ദാസേട്ടൻ്റെ അവിടെ ആ സമയത്ത് കറുപ്പിനഴകൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിനക്കരെ വന്നത്. പാടാൻ ഈ മനസ്സിനൊക്കെ ഇളയരാജ സാറിന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് തന്നെ പേടിയാ സാറിനെ പറ്റി കേൾക്കുന്ന സമയത്ത് തന്നെ. അതും ദാസേട്ടൻ്റെ കൂടെ ഡിവറ്റ് പാടാൻ പോകുന്നത് ഒരു 16-17കാരിയാണെന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു സ്ട്രെസ് വളരെ കൂടുതലായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഗായികയില്. വളരെ കൂടുതലായിരുന്നു. ഞാന് ഈ കോള് വന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സത്യൻ സാറാണ് വിളിച്ചത്. സത്യൻ സാർ അച്ഛനെ വിളിച്ചിട്ടിങ്ങനെ റെക്കോർഡിങ് ചെന്നൈയിലാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാനപ്പോഴേക്കും ഞാൻ വരില്ല, എന്നെ കൊന്നാലും ഞാൻ വരില്ല. ബിക്കോസ് ഐ വാസ്
എനിക്കത് ഒന്നാമത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഐ ഹാഡ് നോ കോൺഫിഡൻസ്. എനിക്ക് രാജാ സാറിൻ്റെ പാട്ട് പാടാൻ പറ്റുന്നൊന്നും എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വെറുതെ അവിടെ ചെന്ന് നാണം കടനേക്കാളും ഭേദം ഞാനിവിടെ ഇരിക്കുന്ന. അപ്പം അച്ഛനും അയ്യോ മോളങ്ങനെ പറയല്ല, ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. പലരും വുഡ് ലൈക്ക് ജംപ് അറ്റ് ഇറ്റ്. എനിക്ക് അതാണ്, എനിക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് വേറൊന്നുമല്ല, ഇറ്റ്സ് ജസ്റ്റ് എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ എക്വിപ്ഡ് ഐ വാസ് രാജാ സാറ് പോലെ ഒരു മ്യൂസിഷ്യൻ്റെ പാട്ട് പാടുക എന്നുള്ളതിന്. അപ്പം പിന്നെ പോയി ട്രെയിനിൽ കയറി ഞാനും അച്ഛനും കൂടി ചെന്നൈയിലേക്ക് പോയി. പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയി. അന്നാണെങ്കിൽ ദാസർ ഓൾറെഡി പാടിയിട്ടുണ്ടായിരുന്നു, പാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാസറിൻ്റെ കൂടെയുള്ള ഡ്യുവറ്റാന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അവിടെ ചെന്നപ്പോഴാണ് അറിയണത്. അപ്പോൾ അതൊരു അടുത്ത ബോംബ് അതായി. അപ്പോൾ പക്ഷേ പിന്നെ ഐ ഹാവ് ഹേർഡ് സോ മെനി സ്റ്റോറീസ് ലൈക്ക് രാജാ സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര ടഫ് ടാസ്ക് മാസ്റ്റർ ആണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന സാധനം വരുന്ന വരെ അദ്ദേഹം വളരെയധികം കുറേ നേരം പാടിപ്പിക്കും. പക്ഷേ ഇറ്റ് ജസ്റ്റ് എൻ്റെ സെഷൻ ഒരു അരമണിക്കൂറിൽ തീർന്നു. ആണോ? ആ അതിനി അത് അദ്ദേഹം അധികം പഠിപ്പിച്ചിട്ട് കാര്യമില്ലാന്ന് ആലോചിച്ചിട്ടാണോ എന്ന് അറിയില്ല. പക്ഷെ രാജാ സർ വാസ് വെരി ക്ലിയർ അബൌട്ട് വാട്ട് ഹി വാണ്ടഡ്. അതായത് സാറിന് ആവശ്യമുള്ള സാധനം ഞാൻ പാടി സാറിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ നെക്സ്റ്റ് ലൈൻ. അത് അങ്ങനത്തെ ഒരു ഇതിലാണ് ആ പാട്ട് എടുത്തു പോയത്. പിന്നെ ഐ തിങ്ക് എന്തോ വലിയ വലിയ കുഴപ്പമില്ലാണ്ട് പോയി കാര്യങ്ങൾ. ആ പാട്ട് എനിക്ക് ഇത്രയും നാള് പാടിയതിൽ ഡെഫിനറ്റ്ലി മെല്ലെ ഒന്ന് പാടി എന്നുള്ള പാട്ട് വിൽ എനി ഡേ ലൈക്ക് സ്റ്റാൻഡ് ഔട്ട് എല്ലാം കൊണ്ടും. ബിക്കോസ് അത് ഇറ്റ് കെയിം ടു മീ അറ്റ് എ വെരി എന്താ പറയുക, എനിക്ക് ഒട്ടും ആസ് എ സിംഗർ ഞാൻ വളരെ ഡൗട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി വന്നതും അത് പാടാൻ പറ്റിയതും. ആൻഡ് രാജാ സർ എസ്പെഷ്യലി ആ സമയത്ത് ഐ ഡോണ്ട് നോ, എൻ്റെ നല്ല സമയം കൊണ്ടാണ്, സാറ് നല്ല മൂഡിലായിരുന്നു. അങ്ങനെ ഒരു വഴക്ക് പറയലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് പെട്ടെന്ന് കഴിഞ്ഞു. റെക്കോർഡിങ് വാസ് ലൈക്ക് സോ ഫാസ്റ്റ്, പെട്ടെന്ന് പാടിക്കഴിഞ്ഞു. ഞാനും ഇങ്ങനെ അത്ഭുതപ്പെട്ടു, കഴിഞ്ഞു ഇതിന് ട്രാക്കാണോ ഉദ്ദേശിച്ചതെന്നൊക്കെ ആയി ഞാൻ. പക്ഷെ ഇറ്റ് ഗോട്ട് ഓവർ വെരി ക്വിക്ക്ലി. ആൻഡ് ഇത് കഴിഞ്ഞ് അന്ന് CD ആണ്, കാസറ്റ് CDs ആണല്ലോ അന്ന്. അപ്പോൾ CD അന്ന് കാസറ്റിനേക്കാളും ക്വാളിറ്റി CDക്കാണല്ലോ. അപ്പോൾ അവൾ CD വാങ്ങിച്ചു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിനക്കരയുടെ CD പോയി വാങ്ങിച്ച് അത് വണ്ടിയിലിട്ടിട്ട് ആദ്യം കേട്ടെ. അത് കേട്ട ദാസറിൻ്റെ എന്നുള്ള ഹമ്മിങ് വന്നപ്പോൾ ഞാൻ എൻ്റെ കണ്ണീർ ഇങ്ങനെ കുടുകൂടാതെ വെള്ളം വരുമായിരുന്നു. ബിക്കോസ് ഐ കുഡൻറ്റ് ബിലീവ് ഇറ്റ്. ഐ കുഡൻറ്റ് ബിലീവ് ഹൗ ഫോർച്ചുനേറ്റ് ഐ വാസ്. എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു എന്നുള്ളത്. ഐ വാസ് ജസ്റ്റ് ലക്കി ടു ബി വെരി ഓണസ്റ്റ്. ഈ ലക്കി എന്ന് പറയുമ്പോൾ ആദ്യ സമയത്ത് ഒരുപാട് ആക്ഷേപം കേട്ടിട്ടുണ്ടായിരിക്കണം മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അതായത് ഇത്ര ചെറിയ പ്രായത്തിൽ അധികം മ്യൂസിക് നോളജ് ഒന്നും ഇല്ലാത്തൊരു കുട്ടി വന്നിട്ട് ആ കുട്ടിക്ക് ബാക്ക് ടു ബാക്ക് അവസരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ അവസരങ്ങളൊക്കെയും ഈ ഹിറ്റുകളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത്രമാത്രം ഈ കുട്ടി ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജോഷ് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇത്രയും പാട്ടുകൾ പാടി സൂപ്പർ ഹിറ്റായിട്ട് ഒരു പ്രൊഫൈൽ ഇപ്പോൾ കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, സക്സസ് ആവുക, അത് ടാലൻറ്റ്, ഈ പറഞ്ഞ പോലെ ലക്ക്, ആ റേഷ്യോ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എനിക്ക് ഇൻ ദ ബിഗിനിങ് ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യു, എനിക്ക് എൻ്റെ സമയം ഐ വാസ് ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് എനിക്ക് അധികം ട്രെയിനിങ് ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ മാതിരി വർഷങ്ങളായിട്ട് പാട്ട് പഠിച്ച് അതിന് വേണ്ടി കഷ്ടപ്പെട്ട് നടക്കുന്ന എത്രയോ സിംഗേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്തും. പക്ഷേ എന്തോ ഫോർ സം റീസൺ ഡെസ്റ്റിനി എന്നൊക്കെ പറയണ പോലെ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നതാണ്. ആൻഡ് ആ സമയത്ത് ഗദ്ദാഫി പറഞ്ഞ പോലെ ഈവൻ ആർട്ടിക്കിൾസ് വരെ വന്നിട്ടുണ്ട്. ലൈക്ക് എന്താണ് നോട്ട് ഇനഫ് ടാലൻറ്റ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലൊക്കെ എഴുതിയിട്ടൊക്കെ ഒരുപാട് ആർട്ടിക്കിൾസൊക്കെ എന്നെ പറ്റി വന്നിട്ടുണ്ട്. ഞാൻ പലതും ചിലതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് ഹേർട്ട്ഫുൾ ആ സമയത്ത്. നല്ലതും വന്നിട്ടുണ്ടില്ല എന്നല്ല ഞാൻ പറയണേ. ദെയർ വർ പീപ്പിൾ ഹു സെഡ് റിയലി നൈസ് തിങ്സ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ബിക്കോസ് ഇറ്റ് വാസ് സോ ന്യൂ. അതായത് പുതിയ വോയിസ്, പുതിയ ടെക്സ്ചർ, പുതിയ സ്റ്റൈലിൽ പാടുന്നു, കേൾക്കാത്ത രീതിയിലുള്ള. സോ എല്ലാം എന്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം വന്നാലും ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ വളരെ ഹേർട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ആർട്ടിക്കിൾസും ഇതൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. ലൈക്ക് പീപ്പിൾ വുഡ് ടെൽ മീ പുതിയ ടെക്നോളജി കൊണ്ട് രക്ഷപ്പെട്ടതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം what do? You can't really talk back to these people. And I think
എനിക്ക് ഓപ്പർച്യൂണിറ്റി കെയിം ടു മീ, ഐ വിൽ സേ ഡെഫിനറ്റ്ലി ഞാൻ ആ സമയത്ത് ലക്കി ആയിരുന്നു. ബിക്കോസ് ആ സമയത്ത് കുറേ എസ്റ്റാബ്ലിഷ് മ്യൂസിഷ്യൻസ് ലൈക്ക് ഔസേപ്പ് ബച്ചൻ സാറിന് വേണ്ടി പാടി, രവീന്ദ്ര മാഷ്ക്ക് വേണ്ടി പാടി, പിന്നെ ജയേന്ദ്രൻ സാറ്, ജാസി ഏട്ടൻ, അൽഫോൻസ് ഏട്ടൻ, ലൈക്ക് അർജുനൻ മാസ്റ്റർക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിംഗറിനെ സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ മലയാളത്തിലെ ആ സമയത്ത് നിലവിലുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇഫ് ഐ വാസ് ദാറ്റ് ബാഡ്, I don't think I would have gotten those opportunities. But that's what I would tell myself. അത്ര മോശമാണെങ്കിൽ എല്ലാവരും എന്നെ പാടാൻ വിളിക്കും. പക്ഷേ for a child it was difficult. I was young. I was only 16-17 years old. ആ സമയത്ത് നമ്മൾ ഭയങ്കര ഇംപ്രഷനബിൾ ആണ്. And when you read things like this, you really doubt, like, ആണോ ഇനി ശരിക്കും എനിക്ക് ടാലൻ്റ് ഇല്ലാണ്ടാണോ, എനിക്ക് ഭാഗ്യം മാത്രമാണോ? ഞാൻ എത്രയോ കാലം ഞാൻ ആ ഡൗട്ട് വെച്ച് ജീവിച്ചിട്ടുണ്ട്. സോ മെനി ടൈംസ് ഐ ഹാവ് ബീൻ സോ ഡൗട്ട്ഫുൾ അബൌട്ട് ഹൗ ഐ ക്യാൻ പെർഫോം ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് ഇറ്റ് ടുക്ക് മീ, എന്താ പറയുക, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഐ നോ ഐ ഹാവ് മൈ സ്ട്രോങ് പോയിന്റ്സ് എന്നുള്ളൊരു സാധനം. ബട്ട് വെൻ യു ആർ യങ് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു ഗോ ത്രൂ ഓൾ ദാറ്റ് ക്രിറ്റിസിസം. ബുദ്ധിമുട്ടാണ് അത്. നമ്മൾ എസ്പെഷ്യലി ടീനേജറൊക്കെ ആകുമ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഇങ്ങനെ സർജിങ് ആണ്. സോ യു യു ജസ്റ്റ് എനിവേ, സോ ആ സമയത്ത് ഐ തിങ്ക് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി വന്നത് ഡെഫിനറ്റ്ലി ലക്കാണ്. അത് ഐ വോണ്ട് ഡിനൈ ദാറ്റ്. പക്ഷേ തീർച്ചയായിട്ടും യു ഹാവ് ടു വർക്ക്. അതെ, ആൻഡ് ഐ ഡിഡ് ദ വർക്ക് ഓൾസോ. സുജാ ചേച്ചിയുടെ പാട്ടുകളിൽ ചേച്ചിക്ക് ഒരു കൊഞ്ചലുണ്ട് എന്ന് നമ്മൾ കേൾക്കാറുണ്ട് പൊതുവെ. പക്ഷെ അത് ചില പാട്ടുകൾക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുമുണ്ട്. അതുപോലെ താങ്കളുടെ പാട്ടുകളിൽ എന്തോ എവിടെ ഒരു ചെറിയൊരു കൊഞ്ചലുണ്ടെന്ന് ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചില പാട്ടുകളിൽ സഹായിച്ചിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊരു വോയിസ് ആക്ടിങ് ആണല്ലോ. അപ്പൊ ചിലപ്പോൾ ചില വാക്കുകൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചെറിയൊരു കൊഞ്ചലിട്ട്, ഇപ്പൊ ഇഫ് ഐ ക്യാൻ ഗിവ് യു ആൻ എക്സാമ്പിൾ, നോട്ട്ബുക്കിലെ ഹൃദയവും എന്നുള്ള പാട്ട് അത് റെക്കോർഡ് ചെയ്യുമ്പോൾ റോഷൻ സാർ ഉണ്ട്. അതില് അനുപല്ലവിയിൽ ഒരു ലൈൻ ഉണ്ട്, അരികിലായി വന്നു ചേരാൻ കൊതിയും അരികിലാകുന്ന നേരം ഭയവും, ആസാനം. അപ്പൊ അത് ആദ്യം പാടിയപ്പോ അരികിലാകുന്ന നേരം ഭയവും അങ്ങനെ പാടിയിരുന്നേ. അപ്പൊ റോഷൻ സാറ് പറഞ്ഞു അവിടെ കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യണം, അത് ആ ഭയം എന്നുള്ളൊരു സാധനം വരണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ പാടി വയ്ക്കപ്പോ അരികിലാകുന്ന നേരം ഭയവും എന്ന് പാടി. അപ്പൊ അന്ന് അത് പാടിക്കഴിഞ്ഞ് ഇതിന്റെ ഓഡിയോ റിലീസിന്റെ അന്ന് ഇതില് അഭിനയിച്ച ആക്ട്രസ് മരിയ, ഷീ കെയിം ടു മീ ആൻഡ് ഷീ സെഡ്, ചേച്ചി ആ ലൈനിൽ ആ ഭയവും അങ്ങനെ പാടിയോണ്ട് ഇറ്റ് വാസ് സോ ഈസി എനിക്ക് ആ ഷോട്ടിൽ അഭിനയിക്കാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ സോ ദോസ് ലിറ്റിൽ തിങ്സ് നമ്മൾ സിനിമയാവുമ്പോൾ ചില സമയത്ത് ഇൻ ദ സെൻസ് നമ്മൾ ഇപ്പോൾ കവിത ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്ത് പുറത്തു വരുന്ന സിംഗറിൻ്റെ ശബ്ദത്തിലൂടെയാണ്. അപ്പോൾ സംടൈംസ് യു ഹാവ് ടു ഗിവ് ദോസ് എക്സ്ട്രാ ന്യൂആൻസസ്. അതായിരിക്കും പലർക്കും കൊഞ്ചലായിട്ട് തോന്നിയിട്ടുണ്ടാവുക. ഈ ആദ്യത്തെ സിനിമ അത്രയും സോഫ്റ്റ് ആയിട്ട് പാടിയ പാട്ട് സുഖമാണി നിലാവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്വപ്നക്കൂടിൽ അങ്ങനെ ഒരു ആര് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ടാവില്ല ഈ കുട്ടിയാണ് പാടിയേക്കുന്നതെന്ന്. അപ്പൊ ഇതും ചെയ്യിക്കാം, കുട്ടിയെ കൊണ്ട് ഇതും ചെയ്യിക്കാം എന്നുള്ളൊരു ധാരണ അതെങ്ങനെയാ ഉണ്ടായത്? ആ മ്യൂസിക് ഡയറക്ടറിന് സ്വപ്നക്കുള്ള പാട്ട് പാടിക്കാൻ ഈ കുട്ടി കേപ്പബിൾ ആണെന്ന്? അതും മോഹൻ അങ്കിൾ തന്നെയാണല്ലോ, മോഹൻ സിത്താര സാർ തന്നെയാണ്. ഞാൻ ഈ പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാട് കോറസ് പാടുമായിരുന്നു. ആൻഡ് ഓൾസോ റീറെക്കോർഡിങ് ഫിലിംസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വോയിസസ് കൊടുത്തിട്ടുണ്ട്. അപ്പം മോഹൻ അങ്കിളുടെ റീറെക്കോർഡിങ് സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ആണ് ശരിക്കും. ഹീസ് സച്ച് എ മാസ്റ്റർ അറ്റ് ഇറ്റ്. അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട്, ഞാനുണ്ട് ആ സമയത്ത്, പുഷ്പാവതി ചേച്ചി ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഗ്യാങ്ങാണ് അവിടെ. ഞങ്ങൾ കുറച്ച് ഫീമെയിൽ സിംഗേഴ്സും കുറച്ച് മെയിൽ സിംഗേഴ്സും. രാത്രി 3 മണി 4 മണി വരെയൊക്കെ പോവും ഈ റെക്കോർഡിങ് സെഷൻസ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഫിലിമിൻ്റെ സീനിൻ്റെ പിന്നിൽ ഹീൽ സേ ഓക്കെ ലെറ്റ്സ് ഡു സംതിങ്, കുറച്ച് നമുക്ക് എന്താ ഡിഫറെൻ്റ് ആയിട്ട് ആദ്യം നൊട്ടേഷൻസ് തരും. പിന്നെ നമ്മളോട് വെസ്റ്റേണിൽ പാടാൻ പറയും. പിന്നെ കുറച്ച് ഈ പറഞ്ഞ മാതിരി ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെ പാടാൻ പറയും. പിന്നെ അതുപോലെ ചിലപ്പോൾ ഈവൻ ചൈനീസ് സ്റ്റൈലിൽ വരെ പാടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറ്. അപ്പോൾ ഭയങ്കര എക്സ്പെരിമെൻറ്റേഷൻ്റെ ആളാണ് മോഹൻ സിത്താര സാറ്. അപ്പം അങ്ങനെ ഞാൻ കുറേ വെസ്റ്റേൺ മോഡുലേഷൻസ് ഉള്ള കുറേ സാധനങ്ങൾ സാർ കൂടുതൽ എൻ്റെ അടുത്താണ് പാടാൻ പറയാറ് ആ സമയത്ത്. ബിക്കോസ്
എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ഇതുമാതിരി ഇംഗ്ലീഷും ഇതൊക്കെ കേൾക്കുന്നതിൻ്റെ, പഠിച്ചിട്ടൊന്നല്ല, കേട്ട് പരിചയമുള്ളതിൻ്റെ ഒരു ഗുണം അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ അതുകൊണ്ടായിരിക്കാം കറുപ്പിനഴക് എന്നുള്ള പാട്ട് വന്നപ്പോൾ സാർ എന്നെ വിളിച്ചത്. അപ്പം അതിൻ്റെ മോഡുലേഷൻ ഇതിപ്പോൾ അവർ അടിച്ചു പൊളിച്ച് പാടുന്ന പാട്ടാണ്. ദേ ആർ ഡാൻസിങ് ഓൾ യങ് ഗാങ് ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളങ്ങോട്ട് പാടുകയാണ്. അപ്പോൾ ഒരു സ്റ്റൈലിൽ പാടും. അപ്പോൾ സാർ ഓക്കെ ലെറ്റ്സ് ലോക്ക് ദിസ്, ഇത് വെച്ചിട്ട് നമുക്ക് പാടാം. അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞു മറ്റേ പൂക്കൊതുമ്പുമായി സ്റ്റാൻസ വരുമ്പോൾ അത് മീരയുടെ ലിപ്പാണ് അവിടെ വരുന്നത്. അങ്ങനെയാണ് അന്ന് റെക്കോർഡിങ്ങിന്റെ സമയത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ മീരയുടെ ക്യാരക്ടർ ഇതിൽ കുറച്ചും കൂടെ ഭാവനയുടെ പോലെയല്ല, കുറച്ചും കൂടെ ഒരു ഒതുങ്ങിയ ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആക്കി അവിടെ പാടാം. അങ്ങനെ അപ്പോൾ അങ്ങനെ അവർ നമുക്കിങ്ങനെ കുറച്ച് വാട്ട് ഈസ് ഹാപ്പനിങ് അതിൻ്റെ സീനിൻ്റെ സമയത്ത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓരോ ഐഡിയാസ് വെച്ച് ഇങ്ങനെ മോഡുലേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഐ തിങ്ക് അങ്ങനെ ഒരു ഗുണം എനിക്ക് ഉണ്ടായത് ബിക്കോസ് ഓഫ് മൈ ലിസണിങ്. ഐ തിങ്ക് എനിക്ക് എപ്പോഴും മലയാള സിനിമയിൽ തോന്നിയിട്ടുള്ളൊരു പ്രശ്നം, എനിക്ക് ഭയങ്കര ടാലൻ്റ് ആയിട്ട് തോന്നിയേക്കുന്ന കുറച്ച് സിംഗേഴ്സിൽ ഒന്നാണ് ഇപ്പോൾ മഞ്ജരി ആയിക്കോട്ടെ, ഗായത്രി ആയിക്കോട്ടെ, അവരൊക്കെ. പക്ഷേ അവരുടെ ടാലൻറ്റ് ഈ പറഞ്ഞ പോലെ പരിപൂർണമായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. അവരുടെ ടാലൻ്റ് അനുസരിച്ചിട്ടുള്ള ഫ്രീക്വൻ്റ് ആയിട്ട് അവർക്ക് അവസരം കിട്ടുന്നില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താ ജോൾസിനൊക്കെ തോന്നിയിട്ടുള്ളത്? അതായത് കഴിവിനപ്പുറത്തേക്ക് വേറെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആസ് എ പ്ലേ ബാക്ക് സിംഗർ വേണ്ടത്? PR എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എൻ്റെ PR സ്കിൽസ് എന്ന് പറയുന്നത് ആബ്സലൂട്ട്ലി സീറോ ആണ്. ഐ എം ടെറിബിൾ അറ്റ് കീപ്പിംഗ് ഇൻ ടച്ച്. ഈ കറക്റ്റ് സർക്കിൾസിൽ ഉണ്ടാവുക, കറക്റ്റ് ടൈമിൽ കറക്റ്റ് സർക്കിൾസിൽ ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇൻഡസ്ട്രിയിൽ ടു സർവൈവ്, ടു ഹാവ് ദ റൈറ്റ് കണക്ഷൻസ്. ബട്ട് ഐ എം ആൻ ആബ്സലൂട്ട് സീറോ വെൻ ഇറ്റ് കംസ് ടു ദാറ്റ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എത്ര നാൾ സർവൈവ് ചെയ്തു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. ഗായത്രി മഞ്ജരി ആർ സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സ്. രണ്ടുപേരും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള സിംഗേഴ്സാണ്. സോ ദേ ഹാവ് ഓൾറെഡി പ്രൂവൺ ദെയർ ടാലൻറ്റ്. അവർക്ക് അവരുടെ 100% കാണിക്കാൻ പറ്റിയ, ദാറ്റ്സ് ഓൾസോ വൺ തിങ്, 100% ടാലൻറ്റ് കാണിക്കാൻ പറ്റിയ പാട്ടുകളും ഐ തിങ്ക് ദേ ഹാവ്. ഇറ്റ്സ് റിയലി അബൌട്ട് ക്വാളിറ്റി ദാൻ ക്വാണ്ടിറ്റി ഇസ് വാട്ട് ഐ ഫെൽറ്റ്. നമ്മൾ കുറേ പാട്ടുകൾ പാടി കുറേ നാൾ സർവൈവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും ആക്ച്വലി കാര്യമില്ല. ഇറ്റ്സ് അബൌട്ട് ദ കൈൻഡ് ഓഫ് വർക്ക് ദറ്റ് യു ഡു ഓൾസോ. നല്ല പാട്ടുകൾ, ഫൊഗറ്റബിൾ ആയിട്ടുള്ള പാട്ടുകൾ പാടിയാൽ ഒരിക്കലും യു ആർ നോട്ട് ഗോയിങ് ടു ബി സീൻ ദ സെയിം വേ. നമ്മൾ നല്ല പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ, ഒരു നല്ല പാട്ട് വന്നു കഴിഞ്ഞാൽ പീപ്പിൾ ആർ ഗോയിങ് ടു റിമെമ്പർ യു ഫോർ ദ റെസ്റ്റ് ഓഫ് ദെയർ ലൈഫ്സ്, യുനോ. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പൊ നമ്മൾ ഗായത്രിയുടെയും മഞ്ജരിയുടെയും കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഭയങ്കര ടാലന്റ് ഉണ്ടെന്ന് തോന്നിയിട്ടും ബാക്ക് ടു ബാക്ക് അവരെ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് ജോയ്ക്ക് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഇതുപോലത്തെ സിംഗേഴ്സിനെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞ ആരുടെ പേരെ പെട്ടെന്ന് പറയാൻ തോന്നുന്നത്? I feel Mridula is amazing. I've always felt മൃദുലയുടെ ഒരു വോയിസ് ടെക്സ്ചറും വോയിസ് ക്വാളിറ്റി, സിംഗിങ്ങിലെ ക്വാളിറ്റിയും, വെദർ ഇറ്റ്സ് ലൈക്ക് എക്സ്പ്രഷൻസ് വരുന്നതും എല്ലാം ഐ ഫെൽറ്റ് ഷീസ് റിയലി അമേസിംഗ് എന്ന് തോന്നിയിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി സിംഗറാണ്. ഐ ലവ് ഹെർ. പിന്നെ ഐ റിയലി ലൈക്ക് സൈനോര ഭയങ്കര ഐഡൻറ്റിറ്റി ഉള്ള സിംഗറാണ്, ഐഡൻറ്റിറ്റി ഉള്ള വോയിസുള്ള സിംഗറാണ്. അതുപോലെ ആൻഡ് ഐ മീൻ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ല ഞാൻ പറയണേ. ഐ എം ആൻസറിങ് ടു ദ ക്വസ്റ്റ്യൻ വെയർ ഐ ഫീൽ ലൈക്ക് ഐ വോണ്ട് ടു ഹിയർ മോർ ഓഫ് ദം. അങ്ങനെ ഇതിപ്പോൾ പ്ലേ ബാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വിജയ് യേശുദാസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് പ്ലേ ബാക്ക് സിംഗേഴ്സിന് അർഹിക്കുന്ന ഒരു പേ കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ, ദേ ആർ ആക്ച്വലി അണ്ടർ പേ എന്നുള്ളൊരു സാധനം വിജയ് യേശുദാസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് ആ അഭിപ്രായത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇൻ ദ ബിഗിനിങ് ഓഫ് മൈ കരിയർ ഡെഫിനറ്റ്ലി അണ്ടർ പെയ്ഡ് ആയിരുന്നു. അത് നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്. ഒരു ആക്ടർക്കൊന്നും ഐ മീൻ സി ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ കമ്പയർ ദിസ് ടു സം അതർ പ്രൊഫഷൻ. പക്ഷെ ഡെഫിനറ്റ്ലി ആദ്യം പാടി തുടങ്ങുന്ന സമയത്തൊക്കെ അണ്ടർ പെയ്ഡ് ആയിരുന്നു എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഓൾമോസ്റ്റ് 22 years ആയി. അപ്പം അതനുസരിച്ചുള്ള വ്യത്യാസം എല്ലാത്തിലും ഉണ്ട്. ആൻഡ് പിന്നെ സിംഗേഴ്സിന് ഐ ഫീൽ ഞങ്ങളുടെ മെയിൻ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ലൈവ് ഈവൻറ്റ്സ് ആണ്. ആൻഡ് ദാറ്റ്സ് വാട്ട് റെക്കോർഡിങ്സ് ആർ നോട്ട് വെയർ യു കാൺ സസ്റ്റെയിൻ എ ലൈഫ് ലിവിങ് ഔട്ട് ഓഫ് സ്റ്റുഡിയോ റെക്കോർഡിങ്സ്. അത് നമുക്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഞാനൊക്കെ പാടി തുടങ്ങുന്ന സമയത്ത് ഓഫ് കോഴ്സ് വളരെ മാന്യമായിട്ട് പേ ചെയ്തിരുന്ന കമ്പോസേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും തരാണ്ട്
വിട്ടിട്ടുള്ള കമ്പോസേഴ്സും ഉണ്ടായിട്ടുണ്ട്. പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറഞ്ഞാൽ അത്രയും കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയാണല്ലോ. അതായത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാ വർഷവും ഇങ്ങനെ പുതുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അവിടെ ഈ പറയുന്ന എല്ലാവർക്കും ഉള്ളൊരു അവസരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ അതും ഡൗട്ട്ഫുള്ളാണ്. അപ്പം ഈ ഇടയ്ക്ക് ഉണ്ടായ ഒരു ആക്ഷേപമാണ്, അതായത് മ്യൂസിക് ഡയറക്ടേഴ്സ് ഭയങ്കരമായിട്ട് ഫേവറിസം കാണിക്കുന്നുണ്ട്. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട സിംഗേഴ്സിനെ പിന്നെയും പിന്നെയും അവരുടെ പാട്ടുകളിൽ പഠിക്കുന്നുണ്ട്, വേറെ അങ്ങനെ ആൾക്കാർക്ക് അവസരം കൊടുക്കുന്നില്ല. അത് ഈവൻ പുറമേ നിന്ന് വരുന്ന സിംഗേഴ്സിനൊക്കെയാണ് കൂടുതൽ അവസരം കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ പേഴ്സണലി അവസരങ്ങൾ കുറയ്ക്കുന്നുണ്ടോ മറ്റ് പ്ലേ ബാക്ക് സിംഗേഴ്സിന് അങ്ങനെയുള്ള ഒരു ഫേവറിസം? But the thing is, when a composer does a song, ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ഇതിന് എങ്ങനത്തെ വോയിസ് ആണ് വേണ്ടത്, എങ്ങനത്തെ സിംഗറാണ് ഇതിന് വേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ട്. ഔട്ട്സൈഡ് ഓഫ് കേരള ഇപ്പൊ എന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കമ്പോസർ പാടാനായിട്ട് വിളിച്ചാൽ ഞാൻ പോയി പാടില്ലേ? അപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ശ്രേയ ഘോഷാൽ പോലെ ഒരു സിംഗറിനുള്ള പാട്ട് ശ്രേയ ഘോഷാലിന് മാത്രമേ പാടാൻ പറ്റുള്ളൂ. ഷീ ഈസ് ദാറ്റ് അമേസിങ്. അപ്പൊ അതുകൊണ്ട് എവറി കമ്പോസർ വുഡ് വോണ്ട് ടു വർക്ക് വിത്ത് സംബഡി ലൈക്ക് ഹർ. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ബട്ട് അതുകൊണ്ട് വേറെ സിംഗേഴ്സിന് ഓപ്പർച്യൂണിറ്റി നഷ്ടമാവുന്ന, ഐ മീൻ ഒബ്വിയസ്ലി അത് ബേസിക് സയൻസ് ആണല്ലോ, ഡെഫിനറ്റ്ലി നഷ്ടപ്പെടും. ബട്ട് that's just how the industry works. And with composing I've always felt composer ഒരു പാട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു ഐഡിയ ഉണ്ട്, ഇതിന് എങ്ങനത്തെ വോയിസാ വേണ്ടത്, ഇപ്പോൾ ഹൂ സൂട്ടബിൾ ഫോർ ദാറ്റ് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ അവർക്കുണ്ട്. സോ ദേ വിൽ വർക്ക് അക്കോർഡിംഗ് ടു ദാറ്റ്. റിയാലിറ്റി ഷോസ് താങ്കളുടെ ഒരു പോപ്പുലാരിറ്റി കൂട്ടാൻ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ടല്ലോ. ഈ ജഡ്ജായിട്ട് ആ ജഡ്ജിങ് പാനലിൽ ചെന്നിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കണ്ടസ്റ്റൻസിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ടെൻഷൻ നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാം. ആസ് എ ജഡ്ജ് എന്തൊക്കെയാണ് നിങ്ങളെ പ്രഷറിലാക്കുന്ന കാര്യങ്ങൾ? നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് കറക്റ്റ് ആയിരിക്കണം, ഇതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. നല്ല ആപ്റ്റായിട്ടുള്ള കുട്ടിയെ തന്നെ അടുത്ത സ്റ്റേജിലേക്ക് വിടണം. യൂഷ്വലി ചെന്നിരിക്കുന്ന സമയത്ത് ആ സീറ്റിലിരിക്കുമ്പോൾ, ജഡ്ജിങ് സീറ്റിലിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ എന്തൊക്കെയാണ്? ചില സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് റിയാലിറ്റി ഷോയില് ഓഡിയൻസ് ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാല്, സോ ദി ഓഡിയൻസ് ഇപ്പൊ നമ്മള് അവർക്ക് കുറച്ച് മാർക്ക് ഇട്ട് വരുമ്പോ കുറഞ്ഞു കഴിഞ്ഞാ പുറമേന്ന് വരും, അത് ശരിയായില്ല, അത് അങ്ങനെ ചെയ്തത് എന്നുള്ളത്. അങ്ങനെ ബാധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്, മാരി എന്താ ചേച്ചി പുള്ളിക്ക് മാർക്ക് കുറച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ അതിലല്ലല്ലോ കാര്യം, നമ്മളവിടെ പാട്ട് ജഡ്ജ് ചെയ്യാനല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഓഡിയൻസിന്റെ ഫേവറേറ്റ് ആവുന്നതിന് വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതെ, ബട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത് പാട്ട് നോക്കാനാണ്. അപ്പൊ അതിനോട് നമ്മൾ ജെന്യുവൻ ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണമല്ലോ. അപ്പൊ അതൊരു ചെറിയ പ്രഷറാണോ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, വേർ യു ജെന്യുവൻലി ഫെൽറ്റ് ലൈക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയ കുട്ടികൾ, അത്രയും അവർക്ക് 100% പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ കുറച്ച് മാർക്ക് കുറച്ച് കൊടുത്തപ്പോൾ ഇതുമാതിരി ഫീഡ്ബാക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതെന്താ പുള്ളിക്ക് അങ്ങനെ കുറച്ച് കൊടുത്തത്, അങ്ങനെ. അതൊരു പ്രഷറാണോ എന്ന് വെച്ചാൽ മേ ബി നോട്ട് പ്രഷർ. പക്ഷെ ഈ ഒരു സാധനം നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ചില സമയത്ത് വരും. മാർക്ക് ഇട്ട് കഴിയുമ്പോൾ അയ്യോ ഇനി DM വരുമല്ലോ വന്നു കഴിയുമ്പോൾ അതുണ്ടാവാറുണ്ട്. ബട്ട് വി ഡോണ്ട് ലെറ്റ് ദാറ്റ് എഫക്ട് ആർ ജഡ്ജ്മെന്റ് അറ്റ് ഓൾ കേട്ടോ. ഒരുപാട് ഷോസ് ചെയ്യുന്നതാണല്ലോ. ഇപ്പൊ പല സ്ഥലത്ത് പല കാഴ്ചപ്പാടുള്ള ആൾക്കാരുടെ ഇടയിൽ ചെന്നിട്ട് നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അനുഭവങ്ങള്? ഇഷ്ടംപോലെ ആവശ്യമില്ലാത്ത ഓഡിയൻസിന്റെ കേട്ടിട്ടൊക്കെ. അപ്പൊ അങ്ങനെ അത് വകവയ്ക്കാതെ പിന്നെയും പണ്ട് ഞാൻ കരയും, ഇപ്പൊ പിന്നെ യൂസ് ടു ഇറ്റ്. അല്ല ഇപ്പൊ ഐ മീൻ പണ്ട് ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് പാടി തുടങ്ങിയ സമയത്ത് ഇതുപോലെ ലൈവ് ഷോസ് ഒക്കെ ചെയ്യണ സമയത്ത് യു ആർ നോട്ട് യൂസ് ടു ദിസ്. ആൾക്കാർ തോന്നിയ വൃത്തികേടൊക്കെ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് വിളിച്ച് പറയാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് യുവർ എ കിഡ് ഓൾസോ, അപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാണ്ടാവും. പക്ഷേ I must tell you, Gaddafi, over the years, our attitude lo vannekana change, and it's such a happy thing when I say that, you know. ഭയങ്കര വ്യത്യാസമുണ്ട് ഓഡിയൻസിൻ്റെ അപ്രോച്ചിൽ. ഞാനൊരു 20 years മുമ്പ് സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ എനിക്ക് പേടിയാണ്, ഇത് എന്താ ഇനി വിളിച്ച് പറയാൻ പോണത്. കാരണം ഞാൻ മാത്രമല്ലോ, എൻ്റെ കൂടെ ഇരിക്കുന്ന മ്യൂസിഷ്യൻസും അത് കേൾക്കുന്നുണ്ട്, എൻജിനീയറും കേൾക്കുന്നുണ്ട്. ഇറ്റ്സ് സോ ഡിമീനിങ് ചില സമയത്ത് ആളുകൾ. ഫോർ വാട്ട്? ഐ എം ജസ്റ്റ് സ്റ്റാൻഡിങ് ദെയർ ആൻഡ് സിംഗിങ്. വെറുതെ കാണുമ്പോൾ അവർക്കൊരു രസം എന്തെങ്കിലും പറയാനായിട്ട്. ഒന്നുമില്ല, വെറുതെ പെൺകുട്ടി സ്റ്റേജിൽ കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ, വെറുതെ അവർക്കൊരു സുഖം. ഇത് നമ്മളിങ്ങനെ കേൾക്കാത്ത പോലെ. ഒരിടയ്ക്ക് ഞാൻ തിരിച്ചു പറയായിരുന്നു, എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ വെറുതെ തിരിച്ചു പറയും. പിന്നെ ഐ തോട്ട് വാട്ട്സ് ദ തിരിച്ചു പറയാൻ വേണ്ടിയിട്ട് അവരത് പറയണത്, വെറുതെ വൈ ഗിവ് ദം ദാറ്റ് അറ്റൻഷൻ, യുനോ. സോ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. പിന്നെ പതുക്കെ ഇപ്പൊ കുറെ നാളായിട്ട് ഐ ഹാവൻറ്റ് ഹാഡ്
അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. ഓക്കെ. Yeah, I can- അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ റഫ്താരയിലെ പാട്ടും കൂടെ നമുക്ക് പാടിയിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് സോങ് അല്ലേ അത് റഫ്താര? നമ്മൾ ഒരിക്കലും ഞാൻ പിന്നെ അറിഞ്ഞത് താങ്കളാ പാടിയത്. ഞാൻ അപ്പോഴും വിചാരിച്ചത് ബോളിവുഡിൽ നിന്നൊക്കെ ഏതോ ഒരു റാപ്പ് സിംഗറിനെ കൊണ്ടൊക്കെ ആയിരിക്കും അത് പഠിച്ചേക്കുന്നതെന്നാണ്. ആ പാട്ട് പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. यहाँ मामूली नहीं कोई भी, इस धंधे में गलती भी है सही, दुनिया का है क्या जो कहती है कहे, इस चस्के की भी दवाई है नहीं, जी भर के अब जीले भी रे दीवारें गिरा दे रे, रोके ना कोई हमको यहाँ, सारी झंझट भुला दे रे, थोड़ी सी पिला दे रे, यूं ही घूमे झूमे ये जहाँ. ओ यारा रफ्तारा नाचे नाचे डंकारा बाजे बाजे, धूम धड़ाके हाँ दीवाने सारे, रफ्तारा नाचे नाचे डंकारा बाजे बाजे, आगे आके हाँ. Thank you so much for the valuable time, Jyotisna. Thank you, Gaddafi. ഒട്ടുമില്ല. Thank you. It was so interesting. Thank you very much.